കാരണം നന്നായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മാൻ ആണ് നീ. കാരണം അത്ര നന്നായിട്ട് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയണല്ലേട്ടെ, കാരണം ഇതുപോലെ ഞാൻ എവിടെയും ചെയ്തിട്ടില്ല. സഞ്ജു ടെക്കിയുടെ വീഡിയോസ് ദാ വീണ്ടും യൂട്യൂബിൽ ട്രെൻഡിങ് ലിസ്റ്റിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. കുറച്ച് നാളുകളായിട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും കുറച്ച് നാളുകളായിട്ട് സഞ്ജുവിന്റെ വീഡിയോസ് വളരെ ശോകമാണ്. ഒരു വ്യൂ ഇല്ല. 10-30,000 വ്യൂസിലോട്ടൊക്കെ വന്നാലായി എന്നുള്ള നിലയിലായിരുന്നു സഞ്ജുവിന്റെ വീഡിയോസ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതാ ലാസ്റ്റ് വന്നിരിക്കുന്ന വീഡിയോസ് ട്രെൻഡിങ്ങിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവിന്റെ ബ്രേക്കപ്പ് കൺഫെഷൻ വീഡിയോ ആണ്. ബ്രേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട് സഞ്ജു ഒരു വീഡിയോ ഇട്ടിരുന്നു. സഞ്ജുവിന്റെ നേരത്തെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള നീതു തോമസുമായിട്ടുള്ള ബ്രേക്കപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് സഞ്ജു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ സഞ്ജു പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഭയങ്കര ഡിപ്രഷനിലാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്. ഞാനും നീതുവുമായിട്ടുള്ള ബ്രേക്കപ്പായി, ഞങ്ങൾ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ്, രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് തീരുമാനിച്ചൊരു തീരുമാനമാണ്. ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സാണ്, ഞങ്ങൾക്ക് തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇപ്പോഴും ഫ്രണ്ട്സാണ്, ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു പ്രശ്നവുമില്ല. പക്ഷേ ബ്രേക്കപ്പായി, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പാച്ചപ്പായി പോവില്ല, ഞങ്ങളുടെ സ്വഭാവം രണ്ടാണ്, ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ഇനിയൊരു റിലേഷൻ ഉണ്ടാകുകയാണെങ്കിൽ, നോട്ട് ദ പോയിന്റ്, എനിക്ക് ഇനിയൊരു റിലേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഒരിക്കലും ഞാനത് ഇവിടെ വന്നിട്ട് പറയത്തില്ല, യൂട്യൂബിലൂടെ നിങ്ങളെയൊന്നും അറിയിക്കത്തില്ല. അത് പതിയെ എന്തെങ്കിലും കല്യാണത്തിലോട്ടൊക്കെ വരികയാണെങ്കിൽ മാത്രം ഞാനത് വെളിയിൽ വിടും എന്നാണ് സഞ്ജു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സഞ്ജു അങ്ങനെയല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സഞ്ജുവിന്റെ പുതിയ റിലേഷൻഷിപ്പിലോട്ട് വന്നിട്ടുള്ള നന്നൂസ് എന്ന് പറയുന്ന ആ കുട്ടിയുമായിട്ടുള്ള വീഡിയോസ് സഞ്ജു വീണ്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പം ആ വീഡിയോയിൽ ഒരു കുഞ്ഞു ഭാഗം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. ബാക്കി കമന്റോളികളുടെ കുറച്ച് കമന്റുകളുണ്ട്. സഞ്ജു കമന്റിന് കൊടുത്ത റിപ്ലൈ ഉണ്ട്. മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം സഞ്ജു ആ കമന്റിന് കൊടുത്ത ഒരു റിപ്ലൈ ആണ്. അപ്പം ആ ഫസ്റ്റ് ട്രെൻഡിങ്ങിൽ 2 വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ട്രെൻഡിങ്ങിൽ വന്ന സഞ്ജുവിനെ ആ നന്നൂസ് എന്ന് പറയുന്ന ആ കുട്ടി പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ കുഞ്ഞൊരു ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സഞ്ജുവിനെ പ്രാങ്ക് നടന്നാ മതി ചെയ്യാൻ പോകുന്നതൊക്കെ. ആക്ച്വലി ഗൈസ്, ഇതുവരെ വളരെ കൃത്യമായിട്ട് ഞാൻ സഞ്ജുവിനോട് എനിക്കൊരു പേഴ്സണൽ ഫോട്ടോഷൂട്ട് കട്ടായില്ലേ, അവനിപ്പോ തിരിച്ചു വിട്ടേനെ. പേഴ്സണൽ ഫോട്ടോഷൂട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആലപ്പുഴയിലാണ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നേക്കാണ്. അപ്പം ഇതായിരുന്നു ആ വീഡിയോയുടെ തുടക്കം. നന്നൂസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി വോളണ്ടിയേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് സഞ്ജുവിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു വീഡിയോ ആയിരുന്നു, കാണാനൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ അത് പ്രാങ്ക് ആണെന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് കണ്ടിട്ടത് പ്രാങ്ക് ആയിട്ടൊന്നും തോന്നിയില്ല. വെൽ പ്രിപ്പയർഡ് വീഡിയോ, സ്ക്രിപ്റ്റഡ് വീഡിയോ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസിൽ എല്ലാവരും പറയുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണ്, നിങ്ങൾ ഈ ആളെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് മാത്രമല്ല ഒരുപാട് വേറെ രീതിയിലുള്ള കമൻസും ഉണ്ട്. അതിൽ കുറച്ച് കമൻസൊക്കെ ഞാൻ വായിക്കാം. അപ്പം എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ഒരു പ്രാങ്ക് വീഡിയോ ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള സഞ്ജുവിനും അറിയാവുന്നൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചിലപ്പം എൻ്റെ മാത്രം തോന്നലാണോ എന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ വേറൊരു വീഡിയോയും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. പുതിയൊരു വീഡിയോ സഞ്ജുവിൻ്റെ ഇതിനെ ന്യായീകരിക്കുന്ന, ആ പ്രാങ്ക് വീഡിയോയെ ന്യായീകരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് ഫുള്ളി പ്രാങ്ക് ആയിരുന്നു, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ആരും ചെയ്യാത്ത ഒരു പ്രാങ്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് സഞ്ജു വന്നിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്, എനിക്ക് മോതിരം കിട്ടി ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജു വന്നിട്ടുണ്ട്. അതിൽ സഞ്ജു പറയുന്നുണ്ട് ഇന്ത്യയിൽ പോലും ആരും ഇത്രയും വലിയൊരു പ്രാങ്ക് ചെയ്തിട്ടില്ല, അത് പ്രാങ്ക് മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് വെളുപ്പിക്കൽ വീഡിയോ ആയിട്ട് സഞ്ജു വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ വീഡിയോ കാണുന്നുണ്ട്, ഒരിക്കലും അത് പക്ക പ്രാങ്ക് ആയിരുന്നു എന്ന് തോന്നുന്നില്ല. വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തോ ആട്ടെ, കണ്ടന്റ് മുഖ്യം വെക്കില്ലേ. ഇപ്പം എനിക്കാണെങ്കിലും കണ്ടന്റ് മുഖ്യം വെക്കില്ലേ. കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്തു. അതിനിടയിലൊക്കെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്, അതിലോട്ടൊക്കെ നമുക്ക് കിടക്കാം. പക്ഷേ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ വീഡിയോയിലും ഇവർ വിളിപ്പിക്കുന്ന വീഡിയോയിലും ചെറിയൊരു ഭാഗം നമുക്ക് കാണാം. അതിനുശേഷം കമന്റിലേക്ക് കിടക്കാം. ഫുൾ ഒറ്റക്ക് ഇവളായിട്ട് അറിഞ്ഞത് എന്റെ മോളെ, നീ വിഷയ, നീ കില്ലറടി, കില്ലേഡി. താങ്ക് യു, ബട്ട് യു ഡിസേർവ് ഇറ്റ് സീരിയസ്ലി. കാരണം നന്നായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മാൻ ആണ് നീ. കാരണം അത്ര നന്നായിട്ട് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയണല്ലേട്ടെ, കാരണം ഇതുപോലെ ഞാൻ എവിടെയും ചെയ്തിട്ടില്ല. എന്നെ അറിയാവുന്നവർക്കെല്ലാം ഞാൻ ഒരിക്കലും ഇതുപോലെ ചെയ്തിട്ടില്ല. ആൻഡ് എന്റെ ലൈഫിൽ ഞാൻ ഒരാളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ടില്ല ഇന്നേ വരെ. പക്ഷെ സീരിയസ്ലി യു ഡിസേർവ് ഇറ്റ്, ബിക്കോസ് എന്നെ നല്ല പൊന്നു പോലെ നോക്കുന്നുണ്ട്, നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അത് മതി, അതുപോലെ എന്നെ നോക്കിയാ മതി. പറയാൻ വാക്കുകൾ സത്യമായിട്ട് പറഞ്ഞ. അപ്പം ഇതാണ് ആ വീഡിയോ, പുതിയ വീഡിയോ, ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ. അപ്പോൾ നമ്മളൊരിക്കലും പറയുന്നില്ല, ഞാൻ ഒരിക്കലും പറയുന്നില്ല സഞ്ജുവിനോട് ഒരു ബ്രേക്കപ്പ് ആയി എന്ന് വെച്ചിട്ട് വീണ്ടും ഒരു റിലേഷനിലോട്ട് പോകരുത് എന്നൊന്നും പറയില്ല. അത് പോയി ഒരു ബ്രേക്കപ്പ് ആയി, അവർ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല, സോ അടുത്ത ഒരാളെ കണ്ടെത്തുക, മുമ്പോട്ട് പോവുക എന്നൊക്കെ പറയാനുള്ളൂ. സോ പക്ഷേ
സഞ്ജു അന്ന് പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ഞാൻ ഇനി റിലേഷനിലോട്ട് വരികയാണെങ്കിൽ നിങ്ങളെ ആരും ഞാൻ അറിയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സഞ്ജുവിന്റെ പുതിയ 2 വീഡിയോസിന്റെ അടിയിലും നല്ല രീതിയിൽ കമന്റ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല നീതൂരും കമന്റുകൾ പോകുന്നുണ്ട്. ആ കുട്ടി പോയില്ലേ, ആ കുട്ടിയുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചാനലുമായിട്ട് അതിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ആയിട്ട് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനെയൊക്കെ ഇതിനകത്തോട്ട് വീണ്ടും എന്തിനാടാ ഡ്രാഗ് ചെയ്ത് കൊണ്ടിരുന്നത് മണ്ടന്മാരെ എന്ന് ചോദിച്ചുകൊണ്ട് സഞ്ജു ഇട്ടൊരു കമന്റിന്റെ റിപ്ലൈ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സഞ്ജുവിന്റെ ഈ വീഡിയോയിൽ, ഈ ലാസ്റ്റ് ട്രെൻഡിങ് വീഡിയോയിൽ ഒരു കുട്ടി വന്നിട്ട് ഇട്ടിട്ടുണ്ട്, പോകേണ്ടത് പോയപ്പോൾ എല്ലാം ശരിയായി. അതായത് നീതു പോയപ്പോൾ എല്ലാം ശരിയായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൻ്റെ അടിയിൽ സഞ്ജു കൊടുത്തൊരു റിപ്ലൈ ആണ് നിങ്ങൾ ഇവിടെ കാണേണ്ടത്. ഇത് നോക്കിയേ, സഞ്ജു ചിരിച്ച് ലവ് ഒക്കെ കൊടുത്ത് ഇട്ടിട്ടുണ്ട്. സഞ്ജു അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നീതു പോവേണ്ടതായിരുന്നു, അതുകൊണ്ട് പോയപ്പോൾ എല്ലാം ഓക്കെ ആയി. ഈ ഒരു കമൻറ്റാണ് എനിക്ക് വളരെ മോശമായിട്ട് തോന്നുന്നത്. നീതുവിൻ്റെ ഒരുപാട് വീഡിയോസിൻ്റെ അടിയിലും ആളുകൾ പോയി കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ പക്വതാപരമായിട്ടാണ് ആ പെൺകുട്ടി എല്ലാത്തിനും എന്താ പറയുക റിപ്ലൈ കൊടുക്കുന്നത്. സഞ്ജു ഏതാണ്ട് പോയത് പോയി, കിട്ടിയത് കിട്ടിയെന്നുള്ള ഒരു മൈൻഡിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത കമൻറ്റിലോട്ട് കിടക്കാം. നീ അല്ലേ മോനുസെ ബ്രേക്കപ്പ് വീഡിയോയിൽ പറഞ്ഞത് ഇനി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്യില്ല എന്ന്. വാട്ട് ഈസ് ദിസ് സഞ്ജു ബ്രാ? അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സഞ്ജു, നീ അല്ലേ അന്ന് പറഞ്ഞത് ഇനി എനിക്ക് റിലേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഒരിക്കലും ഞാനത് സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നേയും എഴുന്നള്ളി വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ ചോദിക്കുന്നത്. അതിപ്പോൾ സഞ്ജുവിൻ്റെ ഇഷ്ടം വിടണോ വേണ്ടെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അവർ ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കും. അതിനുള്ള ഉത്തരം സഞ്ജു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പുതിയ ബിൽഡിംഗ് കെട്ടാനുള്ള കണ്ടന്റ് ആയില്ലേ? അത് ഈ ലാസ്റ്റ് വീഡിയോയിൽ പുള്ളി പുതിയ ബിൽഡിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ കമന്റ് വന്നിരിക്കുന്നത്. പുള്ളി വീടിന്റെ അപ്പുറത്തൊരു ബിൽഡിംഗ് കെട്ടുന്നുണ്ടല്ലോ. അപ്പം ആ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്, ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ ബിൽഡിംഗ് ഇത്രയായി ഗൈസ്, എനിക്കിപ്പോൾ കുഴപ്പമില്ല ഗൈസ്, ഞാൻ ഞെട്ടിയിരിക്കുകയായിരുന്നു ഗൈസ്, ഇപ്പം എൻ്റെ ഞെട്ടലൊക്കെ മാറി ഗൈസ്, എനിക്കിപ്പോൾ പുതിയ ബിൽഡിംഗ് ഒക്കെ പണിയാൻ പറ്റുന്നുണ്ട് ഗൈസ്. ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ജ്യോതിഷി ഇവള് പോണ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതും ഈ ലാസ്റ്റ് വീഡിയോയിൽ പുള്ളി ഇത്രയൊക്കെ കാണിച്ചപ്പോഴും ആ ജ്യോതിഷിയില്ല, പേരെന്തുവായിരുന്നു, എന്തോ കാര്യമോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ സഞ്ജു ഒരു ഉടായ്പ് ഇതുണ്ടല്ലോ, പരിപാടി ഉണ്ടല്ലോ സഞ്ജുവിൻ്റെ എല്ലാ വീഡിയോസിലും. ഇപ്പോൾ എന്നെ കരയുന്ന വീഡിയോ ആണെങ്കിൽ അതിനകത്ത് പ്രമോഷൻ തള്ളിക്കയറ്റുക എന്നുള്ളത് സഞ്ജുവിൻ്റെ ആൾക്കാരെ പറ്റിക്കുന്ന പ്രമോഷൻ, റോക്കറ്റ് പറപ്പിക്കുക അല്ലെങ്കിൽ ഇതേപോലുള്ള ജ്യോതിഷിനെ പോയി കാണുക എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്ന പ്രമോഷൻ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ പ്രമോഷനാണ് ആ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആ ജ്യോതിഷി നിന്നോട് പറഞ്ഞോടാ ഈ പെണ്ണ് പോകുന്ന കാര്യം അങ്ങനെയൊന്നും പറയാതെ കൈസ്, എന്ത് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവർ മുമ്പോട്ട് പോട്ടെ. ഇനിയിപ്പോൾ ഒരാൾ പോയെന്ന് പറഞ്ഞ് എല്ലാവരും പോകണമെന്നുണ്ടോ? അപ്പോൾ അടുത്തത്, കുറേ മുമ്പ് നീ അല്ലേ പറഞ്ഞത് നിങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണ്, ഓഡിയൻസ് എന്താ പൊട്ടന്മാരാണോ? അത് ശരിയാട്ടോ, സഞ്ജു നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നന്നു എന്ന് പറയുന്ന പെൺകുട്ടിയും സഞ്ജുവും ഫ്രണ്ട്സ് മാത്രമാണ്, ഫ്രണ്ട്സിൻ്റെ അപ്പുറത്തേക്ക് ഒരു റിലേഷനും ഇല്ല, അവർ ഫ്രണ്ട്സ് മാത്രമാണ്. അതുകൊണ്ട് കമൻ്റ് ഇടുന്ന ആളുകൾ ചോദിക്കും, എന്താടാ ഇങ്ങനെയൊക്കെ നിങ്ങളെ പറഞ്ഞിട്ട് പിന്നെ നീ ഇപ്പോൾ ഒരു വേറെ റിലേഷനിലോട്ടൊക്കെ പോകുന്ന ആളുകൾ ചോദിക്കും. ആളുകൾക്ക് ഇപ്പോൾ എന്താ പറയുക, സ്വന്തം വീട്ടിൽ അടുപ്പിരിങ്ങില്ലെങ്കിലും മറ്റുള്ളവൻ്റെ വീട്ടിൽ എന്താ അറിയുന്നു നോക്കുന്ന മലയാളികളുടെ സ്വഭാവം. ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റിലോട്ട് എടുക്കാം. ഫ്രണ്ട് ബെസ്റ്റി ലവർ, സ്വാഭാവികം അത്രയേ ഉള്ളൂ. അവർ പറഞ്ഞിട്ടൊന്നുമില്ല ഒരിക്കലും ഞാൻ ലവേഴ്സിലോട്ട് വരത്തില്ല എന്നൊന്നും സഞ്ജു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സാണ്, ഭാവിയിൽ ലവേഴ്സ് ആവാം എന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ ഭാവിയിൽ അത് ലവേഴ്സ് ആയി. ഇനി ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ നീതു, സഞ്ജുവിൻ്റെ ഓൾഡ് ലവറായിട്ടുള്ള നീതു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഐഫോൺ മേടിക്കാൻ പോകുന്നത്, ബ്രദറുമായിട്ട് പോകുന്ന ഒരു വീഡിയോ ഇട്ടുണ്ട്. ഞാൻ സൈഡിൽ വെക്കാം. അതിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. അതിൽ നീതു കൊടുത്ത റിപ്ലൈസും കൂടി നമുക്ക് നോക്കാം. ഇത് നീതുവൊക്കെ ഇതിൽ നിന്ന് പോയിട്ടും വീണ്ടും ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവരും. ഇതാണ് ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിൻ്റെ ഒരു പ്രശ്നം. നമ്മുടെ ലൈഫിൽ നടക്കുന്നതെല്ലാം നമ്മൾ അങ്ങോട്ട് തുറന്ന് അടിച്ച് കാണിക്കും, ആളുകൾ അത് വിലയിരുത്തും, ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കും, നീ എന്താണ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കും. അത് വളരെ പ്രശ്നങ്ങളിലോട്ട് പോകും. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് അടിയിൽ വന്ന കുറച്ച് കമൻസ് വായിക്കാം. നീതുവിട്ട വീഡിയോയ്ക്ക് അടിയിൽ വന്ന കമൻസ് വായിക്കാം. നീതു തോമസ് വൈറലായത് തന്നെ സഞ്ജു ഉള്ളത് കൊണ്ടാണ്. അതിന് നീതു കൊടുത്തില്ല, അതിനിപ്പോൾ എന്ത് വേണം? ശരിയല്ലേ, അതിനിപ്പോൾ എന്ത് വേണം? അങ്ങനെ പറയാൻ പറ്റില്ല ഒരിക്കലും. നീതു വൈറലായത് സഞ്ജു കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. സഞ്ജുവിൻ്റെ ഒരുപാട് വീഡിയോസിലെ കണ്ടന്റ് ആയിരുന്നു നീതുവിനെ ഉപയോഗിച്ച് ഒരുപാട് വീഡിയോ സഞ്ജു ആയിട്ടുണ്ട്, കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നീതു അതിൽ പറഞ്ഞിട്ടുണ്ട്. നീതു സഞ്ജു വിട്ട കൺഫെഷൻ വീഡിയോക്ക് റിപ്ലൈ കൊടുത്തത് എന്തായിരുന്നു? ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ഒന്നും അല്ല, അവൻ പറഞ്ഞ പോലെ ഒരിക്കലും മ്യൂച്വലി എടുത്ത തീരുമാനമൊന്നുമല്ല, അവന് വേണ്ടാന്ന് വെച്ചു, അതുകൊണ്ട് അവൻ വേണ്ടാന്ന് പറഞ്ഞ് പോയി, അല്ലാണ്ട് എനിക്ക് അവൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സും അല്ല എന്നൊക്കെ നീതു കറക്റ്റായിട്ട് വന്നിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നീതു കറക്റ്റ് ബോൾഡായിട്ട് എന്താണ് സംഭവിച്ചത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവന് ഡിപ്രഷൻ
ഒന്നുമില്ല, അവൻ സ്ട്രൈക്ക് കിട്ടിയാണ് വീഡിയോ ഇടായിരുന്നത് കറക്റ്റായിട്ട് നീതു വന്ന് പറയുന്നുണ്ട്. അത് ഇപ്പോഴും നീതുവിന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, കാണാത്തവരെടുത്ത് കാണാം. പിന്നെ ഒരു കമന്റ് വന്നിരിക്കുന്നത് ഈ ബ്രദറുമായിട്ടാണല്ലോ ഫോൺ എടുക്കാൻ പോയത്, നീതു ബ്രദറുമായിട്ടുള്ള ഫോൺ എടുക്കാൻ പോയത്, പുതിയ ആളെ കിട്ടിയോ? ബ്രദറുമായിട്ട് ആ കടയിൽ നിന്ന് ഫോൺ എടുക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ ആളുകൾ ചോദിക്കുക പുതിയ ആളെ കിട്ടിയോ, നീതുവിന് കൊടുത്ത് ബ്രദറാണെന്ന്. ഇടയിൽ ഒരു ആളായിട്ട് ഒരു മറ്റൊരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും കൂടി ഒരു കടയിൽ നിന്ന് ഒരു ഫോൺ മേടിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുക, അപ്പോൾ ഉടനെ മറ്റേ കണ്ണോട്ടിറങ്ങും. ഇത് ശരിയല്ലല്ലോ, ബ്രദറാണോ അച്ഛനാണോ അമ്മയാണോ ആരാണെന്ന് നോക്കത്തില്ല, ഇത് ശരിയല്ലല്ലോ, അവനും അവളും ഏതാണെന്നുള്ളത് കുറച്ച് കണ്ണുകളുമായിട്ട് കുറേ ഊളകൾ ഇറങ്ങും. അതിന്റെ ഭാഗമായിട്ട് വന്നൊരു കമന്റാണത്. അടുത്ത കമന്റ്, ആരെയോ കാണിക്കാൻ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. അപ്പോൾ നീ ഇത് കൊടുത്ത് നീ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയാണോ ഫോൺ എടുക്കുന്നേ? ഫോൺ എടുക്കുന്ന വീഡിയോയിലാണ് ചോദിച്ചിരിക്കുന്നത്, നീ ആരെയോ കാണിക്കാൻ വേണ്ടിയാണല്ലോ ചെയ്തിരിക്കുന്നത്, നീ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയാണ് ഫോൺ എടുക്കുന്നത്. ഇതാണ് ഇതേപോലത്തെ കുറേ കമന്റോളികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇടേ അവർ രണ്ടുപേരും ഇപ്പോൾ സഞ്ജു ആണെങ്കിലും നീതു ആണെങ്കിലും അവർ മൂവ് ഓൺ, അവർ ആയി, അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ പിരിഞ്ഞു. ഇപ്പം സഞ്ജുവിന് വേറെ റിലേഷനായി, സഞ്ജു പെട്ടെന്ന് തന്നെ റിലേഷനിലോട്ട് വന്നു. അതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ അർഹതയില്ല, ആർക്കും ചോദ്യം ചെയ്യാൻ അർഹതയില്ല. സഞ്ജുവിന് റിലേഷനിലോട്ട് വരണമെന്ന് വെച്ചാൽ വന്നു. പിന്നെ എനിക്ക് അന്നും എന്നും സഞ്ജുവിൻ്റെ വീഡിയോസിൽ പറയാനുള്ള ഈ ആളെ പറ്റിക്കുന്ന പ്രൊമോഷൻ ഒന്ന് നിർത്ത്. നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ടായിരിക്കും, കാശ് ഇപ്പോൾ യൂട്യൂബിൽ നിന്നാണെങ്കിലും കിട്ടുന്നുള്ളൂ, ചെറിയൊരു വരുമാനം മതിയല്ലേ, ഈ ആളെ പറ്റിക്കുന്ന വീഡിയോ നിർത്ത്. ജ്യോതിഷീനെ കാണൂ, ജ്യോതിഷി എനിക്ക് എല്ലാം ശരിയാക്കി തന്നു. എത്രയോ പേരുണ്ട്, നിക്ക് ചെയ്യുന്നുണ്ട്, സഞ്ജു ചെയ്യുന്നുണ്ട്, അർജു ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ ആളെ പറ്റിക്കുന്ന വീഡിയോ. റോക്കറ്റ് പറത്തു അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്തു, കളർ പ്രഡിക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ആളെ പറ്റിക്കുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊന്നും നിർത്ത്. നിങ്ങൾ പിന്നെ റിലേഷനിലാകുമോ റിലേഷൻ ആവാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും, വീഡിയോസ് ചെയ്യേണ്ടെന്ന് വെച്ചാണ് ആദ്യം സഞ്ജുവിൻ്റെ വീഡിയോ വന്നപ്പോൾ തന്നെ ചെയ്യേണ്ടെന്ന് വെച്ചാണ്. പിന്നെ സഞ്ജുവിൻ്റെ റിപ്ലൈ കണ്ടപ്പോഴാണ് ചെയ്യണമെന്ന് വെച്ചത്. അപ്പോൾ എന്തായാലും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇതിൽ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.